إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായ സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും നമ്മുടെ കുടുംബത്തോടൊപ്പം റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും റബ്ബ് ആ മഹനീയമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ശക്തമായ മഴ വ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ദുരന്തങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യരെയും അവിടെയുള്ള സ്ഥലങ്ങളും വീടുകളുമെല്ലാം തന്നെ കൃത്യമായ ഇടപെടലുകളിലൂടെ സൗകര്യപ്രദമാകുന്ന രൂപത്തിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രയാസങ്ങളിൽ അകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഒരു സഹോദരൻ മരണത്തിന് കീഴൊതുങ്ങിയ ഒരു വാർത്ത വളരെ സങ്കടത്തോടു കൂടിയാണ് കേരളക്കര കേട്ടത്. ഒഴുക്കിലകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി താൻ ധരിച്ചിരിക്കുന്ന ജാക്കറ്റ് അത് ഊരി മറ്റൊരാളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി, മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഊരി നൽകുകയും ആ മനുഷ്യനെ ആ പ്രളയത്തിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ ജാക്കറ്റ് ഊരി കൊടുത്ത സഹോദരൻ എന്ത് ചെയ്തു? ഒഴുക്കിൽപ്പെട്ടുപോയി. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടൊരു വാർത്ത നമ്മൾ കേട്ടു. സാധാരണ വാർത്തകൾ കേൾക്കുന്നത് പോലെയാണ് ഈ ഒരു സമയത്തും നമ്മൾ വാർത്തകൾ കേൾക്കുന്നതും നമ്മുടെ ചിന്തകളും പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥമായൊരു മുസ്ലിമിന്റെ ക്വാളിറ്റിയിലേക്ക് ഞാനും നിങ്ങളും വന്നിട്ടുണ്ടോ എന്നൊരു പുനഃപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹമായിട്ടാണ്, ഒരു സാമൂഹിക ജീവിയായിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതകൾ നിറഞ്ഞ ലോകമാണ് ദുനിയാവ്. എനിക്ക് എന്റെ കാര്യം, അല്ലെങ്കിൽ എന്റെ കുടുംബം, ഞാനുമായി ഇടപഴകി ജീവിക്കുന്നവരായ ആളുകളുടെ മാത്രം വിഷയങ്ങൾ, മറ്റൊരാളെ ബാധിക്കുന്ന പ്രയാസങ്ങളോ വിഷമങ്ങളോ അതൊന്നും ഒരിക്കലും എന്നെ ബാധിക്കാൻ പോകുന്നില്ല, അതല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രൂപത്തിൽ സ്വാർത്ഥതയിലാണെന്ന് പല മനുഷ്യന്മാരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവനും നമ്മുടെ സൗകര്യങ്ങൾക്കും എപ്രകാരമാണോ നമ്മൾ വില കൽപ്പിക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്, പരിഗണന കൊടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥമായ മുസ്ലിമായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നത്. മറ്റുള്ളവന്റെ വേദനകളിൽ സ്വാന്തനമായി മാറുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെയും കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെല്ലാം തന്നെ പരസ്പരം നന്മയിലും പുണ്യപ്രവർത്തനങ്ങളിലുമെല്ലാം പങ്കുചേരാൻ ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്നൊക്കെ വാ തോരാതെ നമ്മൾ പറയുമെങ്കിലും ഒരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ളവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, വതആവനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും തഖ്വയുടെ മാർഗത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം സഹായിക്കാൻ പാടില്ല. പുണ്യത്തിന്റെ മാർഗങ്ങളിൽ, നന്മയുടെ വശങ്ങളിൽ, ഒരു ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന മാർഗത്തിലൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി ഇടപഴകണം. അത് നമ്മുടെ മേൽ ബാധ്യതയായി, നിർബന്ധമായ ഉത്തരവാദിത്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ശക്തമായ മഴയുടെ സമയമാണ്. നമുക്കറിയാം, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള പ്രളയങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കുറഞ്ഞ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലും നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴ കനത്തതുകൊണ്ട്, ശക്തമായ മഴ പെയ്തതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കിയതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്തിനാണ് ഒരു വീട് വെക്കുന്നത്? ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഉദ്ദേശം എന്താണ്? അറബിയില് വീടിന് പറയുന്നത് മസ്കൻ എന്നുള്ളതാണ്. മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രം എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത്.
നമ്മുടെ വീടുകളിൽ ഒരു ദിവസം സമാധാനത്തോടു കൂടി കഴിയാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അത് നിലനിന്നു പോകാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ഈ പേമാരി ഇങ്ങനെ പെഴുതെഴുകുമ്പോൾ സ്വന്തം വീട്ടിലൊന്ന് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ സാധിക്കാതെ വീടിനുള്ളിലേക്ക് വെള്ളം കയറി എത്തിയിട്ട് ഉള്ള സാധനങ്ങൾ മുഴുവനും വാരിക്കെട്ടിക്കൊണ്ട് മറ്റുള്ള ക്യാമ്പുകളിലേക്കും മറ്റുള്ള കുടുംബ വീടുകളിലേക്കുമൊക്കെ പലായനം ചെയ്തു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു. എത്രയോ വർഷങ്ങളായി കേരളക്കര ഇത് നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ 3/4 ഭാഗവും വലിയൊരു ശതമാനം കഠിനമായി അധ്വാനം ചെയ്തുകൊണ്ട് ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, ഒരു വീട് വെക്കുന്നത്. ആ വീട് പ്രളയത്തിൽ മലവെള്ളപ്പാച്ചിലുകൾ വന്നുകൊണ്ട്, ഉരുൾപൊട്ടി വന്നുകൊണ്ട്, മണ്ണിടിഞ്ഞ് വീണുകൊണ്ട്, ഈ ശക്തമായ മഴയിലും പ്രകൃതി ദുരന്തങ്ങളിലുമെല്ലാം എന്ത് ചെയ്യുന്നു, തന്റെ കൺമുമ്പിൽ നിന്ന നിൽപ്പിൽ എന്ത് ചെയ്യാണ്, ആ ഒരു ആയുസ്സിന്റെ കഠിനമായ ഭൂരിഭാഗം സമയവും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് താൻ പണിയെടുത്തുണ്ടാക്കിയ തന്റെ വീടെന്ത് ചെയ്യുന്നു, ഒലിച്ചു പോകുന്നു, അതല്ലെങ്കിൽ തകർന്നു പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടു. ഈ രൂപത്തിലുള്ള വലിയ പ്രയാസകരമായ വാർത്തകൾ. ശക്തമായ മഴവെള്ളം അടിച്ചു കയറി വന്ന് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടിയുള്ള ഉപജീവന മാർഗമായി താൻ കൊണ്ടുപോയി നടക്കുന്ന തന്റെ കടകൾ, അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ്, മറ്റുള്ള ഷോപ്പുകൾ, ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചവട വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓഫീസുകളോ എന്തുമായിക്കൊള്ളട്ടെ, അവിടേക്കൊക്കെ വെള്ളം ഇരമ്പി വന്നുകൊണ്ട് അതെല്ലാം പൂർണ്ണമായ നാശനഷ്ടത്തിലേക്ക് എത്തുന്നു. ചില ആളുകൾ ചോദിക്കാം, നശിച്ചാൽ എന്താ, അതിന് കൃത്യമായി പാരിതോഷികം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. മറിച്ച് ഇത് നമ്മൾ ഇതിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷമയുടെ പാഠം കൃത്യമായി എന്ത് ചെയ്യുന്നു, റബ്ബ് സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ക്ഷമ അവലംബിക്കാനുള്ള മാർഗമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം എന്നതാണ്. പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്ന ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഭയം തന്നുകൊണ്ട്, വിശപ്പ് തന്നുകൊണ്ട്, വേണ്ടപ്പെട്ടവരായ ആളുകളുടെ മരണങ്ങളിലൂടെ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ വിഭവങ്ങൾ നഷ്ടപ്പെടുമാർ രൂപത്തിലൊക്കെ എന്തുണ്ടാകും, അള്ളാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഭയം അല്ലേ? ഈ കുറഞ്ഞ ദിവസങ്ങളിൽ എത്രയോ ആളുകൾ ഭയത്തിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ എന്താ പ്രയാസമുണ്ടായേ? ഒരു പക്ഷെ നോക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലുകളുമൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ വലിയ സുഖത്തിലും സമാധാനത്തിലും നിർഭയത്വത്തിലുമാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ പരീക്ഷണം നമുക്ക് നൽകിയിട്ടില്ല. എന്നിട്ടും നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനോ നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടാനോ നമ്മൾ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കണം. ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഈ സ്വാബിരീൻ, ആ പ്രയാസങ്ങളിൽ ആരാണോ ക്ഷമ അവലംബിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ ക്ഷമ അവലംബിക്കുന്നവരായ സത്യവിശ്വാസികൾ പറയുന്നൊരു വാക്ക് പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാന്റെ അധീനത്തിലുള്ളവരാണ്, റബ്ബിലേക്ക് തന്നെ മടക്കപ്പെടേണ്ടവരുമാണ് എന്നെന്ത് ചെയ്യും ഈ മനുഷ്യന്മാര് പറയും. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. ശക്തമായി ക്ഷമിക്കുന്നവരായ ആളുകൾ ആരൊക്കെയുണ്ടോ അവരാണ് യഥാർത്ഥമായ സന്മാർഗം പ്രാപിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു തആല പറയാ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അങ്ങനെയുള്ളവർക്കേ വിജയമുണ്ടാകുള്ളൂ. അത് പഠിപ്പിക്കാനുള്ളൊരു പാഠം കൂടിയാണ് ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളും പരീക്ഷണ ഘട്ടങ്ങളും എന്നെന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെടുത്തി പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു വിഷയം എന്തെന്നാൽ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനും റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങാൻ, തൗബ ചെയ്തു മടങ്ങാൻ, പാപങ്ങളെല്ലാം തന്നെ തന്റെ ജീവിതത്തിൽ നിന്ന് കഴിയൊഴിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ തഖ്വയുടെ മാർഗത്തിലൂടെ മുന്നേറാനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, മനുഷ്യന്മാർക്ക് ഇത്തരത്തിലുള്ള ചിന്തകളും പരീക്ഷണ ഘട്ടങ്ങളും നൽകുന്നത്.
സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമുക്കറിയാം. ഞാൻ എന്ന വ്യക്തിയുടെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകളാണ് ചെറുതാകട്ടെ വലുതാകട്ടെ കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് കേൾക്കുന്നുണ്ട്, ഞാൻ എന്ത് കാണുന്നുണ്ട്, എന്റെ രഹസ്യ സമയങ്ങളിൽ, ആരുമാരുമില്ലാത്ത ഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ എന്റെ പൊതുവായ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും ഏത് രൂപത്തിലാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചറിയാം. എവിടെയാണ് തിന്മകൾ കടന്നു വരുന്നത്, എവിടെയാണ് പാപക്കറകൾ ഉണ്ടാകുന്നത് എന്നൊക്കെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്തൊരു രൂപത്തിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങാൻ, തൗബ ചെയ്തു മടങ്ങാനുള്ള, പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് ഈ രൂപത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം, ചിന്തിക്കണം. ആ ചിന്തിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക് വിധേയമാകുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന, പഠിച്ചെടുക്കേണ്ടുന്ന ഒരു പ്രധാനമായ ഘട്ടം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം, തൗബകൾ നമ്മൾ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവനായിക്കൊണ്ട് നമ്മൾ മാറണം. തഖ്വയുടെ മാർഗത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, ക്ഷമയും തഖ്വയും ഇസ്തിഗ്ഫാറും, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഒരുവിധം മഴയെ ആസ്വദിച്ചിരുന്നവരാണ് നമ്മൾ, അല്ലേ? മഴ പെയ്യുന്നത് കാണാൻ ഇഷ്ടമാണ്, മഴ കൊള്ളാൻ ഇഷ്ടമാണ്, മഴയത്തിറങ്ങി കളിക്കാൻ ഇഷ്ടമാണ്. പല രൂപത്തിലും മഴയെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആസ്വദിച്ചിരുന്നു. മലയാളത്തിലൊരു സംസാരമുണ്ട്, സ്വന്തം പുര, സ്വന്തം വീട് ഒലിച്ചിറങ്ങുന്നത് വരെ, അതല്ലെങ്കിൽ ചോരുന്നത് വരെ മഴ എല്ലാവർക്കും ഒരു ആസ്വാദകരമാണ് എന്ന് പറയാറുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ഘട്ടം, ചോരുന്നൊരു പുരയാണ് എന്നുണ്ടെങ്കിൽ, വീടാണ് എന്നുണ്ടെങ്കിൽ അവിടെ സമാധാനത്തോടു കൂടി കിടക്കാൻ നമുക്ക് സാധിക്കില്ല. അത്തരത്തിലുള്ള വീടുകളിൽ കിടന്നവർക്ക് അത് അനുഭവം ഉണ്ടാകും. വീട്ടിലേക്ക് വെള്ളം കയറി വരുമ്പോൾ എന്താണ് അവരുടെ മാനസികമായ അവസ്ഥ എന്ന് അനുഭവിച്ചവർക്കേ അത് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ വർഷങ്ങളായി, കുറച്ചു നാളുകളായി മഴ വരുന്നതേ നമുക്ക് പേടിയാണ്. ശക്തമായ മഴയുണ്ടാകുമ്പോൾ പല രൂപത്തിലുള്ള ടെൻഷനുകളാണ് പല ആളുകളുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയത്തിലൂടെ അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കും. ഈ ഭയം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയുള്ളവരായി നിങ്ങൾ മാറണം. റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നിങ്ങൾ മാറണം. റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങണം. യഥാർത്ഥമായ ദീനിന്റെ വഴികളിലൂടെ, തഖ്വയുടെ വഴികളിലൂടെ, ഇബാദത്തുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനമായ വിഷയം. നമ്മൾ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്. വകാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ ഉരിഫ ഫീ വജ്ഹിഹി, അതായത് വലിയ രൂപത്തിലുള്ള മഴമേഘങ്ങളും കാറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ. മഴ വരുന്നതിന് വേണ്ടി കാർമേഘം ഇങ്ങനെ ഇരുണ്ടുകൂടി വരുന്നത് കണ്ടാൽ, വലിയ രൂപത്തിലുള്ള കാറ്റ് വീശുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയക്കുമായിരുന്നു, പേടിക്കുമായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ നബിയെ, ജനങ്ങൾ ഇങ്ങനെ മഴമേഘങ്ങൾ കണ്ടാൽ തങ്ങൾക്ക് മഴ ലഭിക്കുമല്ലോ, വരൾച്ചയാണ്, വെയിലാണ്, ചൂടാണ്, ആ ചൂടിൽ നിന്നൊരു ആശ്വാസമായി തങ്ങൾക്ക് മഴ ലഭിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ തങ്ങളുടെ മുഖത്തെന്താണ് വിഷമമാണല്ലോ കാണുന്നത് എന്ന് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യുഅ്മിന്നി അൻ യകൂന ഫീഹി അദാബുൻ, അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുന്നൊരു ശിക്ഷയാണെങ്കിൽ ഞാൻ എങ്ങനെ നിർഭയനായിരിക്കും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതായത് ഈ മഴ, ശക്തമായ കാറ്റ്, ഈ കാർമേഘം അള്ളാഹ് ഇവിടേക്ക് ഇറക്കുന്നൊരു ശിക്ഷയാകാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നമുക്ക് മറ്റുള്ള ഹദീസുകളിൽ കാണാം, കാർമേഘം ഇങ്ങനെ ഇരുണ്ടുകൂടി വരുമ്പോൾ, ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ വരുമ്പോൾ, കാറ്റ് വീശുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിറം മാറും, മുഖഭാവങ്ങൾ മാറും, സമാധാനമുള്ള നിമിഷങ്ങളൊക്കെ മാറി പരിഭ്രാന്തനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് പുറത്തേക്കും അകത്തേക്കും എല്ലാ രൂപത്തിലും എങ്ങനെ എന്ത് ചെയ്യും, വട്ടം ചുറ്റി നടക്കുമായിരുന്നു എന്ന പേടിച്ചുകൊണ്ട്.
ആ കാർമേഘം മാറി, കാറ്റുമാറി, മഴ പെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിലേക്ക് വരികയും ചെയ്യുമായിരുന്നു. കാരണം ഈ മഴയെങ്ങാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുന്നൊരു ശിക്ഷയായി മാറിയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ചു നോക്കണം. പല പ്രവാചകന്മാരുടെയും സമുദായത്തെ ശക്തമായ കാറ്റുകൊണ്ട്, വലിയ മഴകൾ കൊണ്ട്, ഇടിമിന്നലുകൾ കൊണ്ടൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ശിക്ഷയായി മാറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. സഹോദരങ്ങളെ, നമുക്കറിയാം, വലിയ രൂപത്തിലുള്ള മഴയുണ്ടാകുമ്പോൾ, ഇടിമിന്നലുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും ഇബാദത്തിലാണ്, പ്രാർത്ഥനകളിലാണ് അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വമലായികതിഹി മിൻ ഖൈഫതിഹി. സുബ്ഹാനല്ലദീ, റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയധികം പരിശുദ്ധനാണ്. യുസബ്ബിഹു റഅദു ബിഹംദിഹി, ഇടിമിന്നലുകൾ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ വാഴ്ത്തുന്നതും, വമലായികതു മിൻ ഖൈഫതിഹി, മലക്കുകൾ ഉഗ്രഭാവത്തോടുകൂടി വാഴ്ത്തുന്നതും ഏതൊരുവനെയാണോ ആ റബ്ബ് എത്രയോ പരിശുദ്ധനാണ് എന്നുള്ള പ്രാർത്ഥന ഇടിമിന്നലുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശക്തമായ കാറ്റടിച്ചു വീശുകയാണ്, പേടി തോന്നുന്ന കാറ്റ് വീശുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹാ. അല്ലാഹുവേ, ഈ കാറ്റിലൂടെയുള്ള ഖൈറിനെയും, ഇതിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഖൈറിനെ മുഴുവനും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹാ. ഈ കാറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഷർറുകളെ തൊട്ട്, ഉപദ്രവങ്ങളെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, രക്ഷ തേടുന്നു എന്നുള്ള പ്രാർത്ഥന ശക്തമായ കാറ്റ് വീശുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള കാറ്റുണ്ടാകുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുള്ള, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ലളിതമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഅഊദു ബിക മിൻ ശർരിഹാ. ഇതിന്റെ നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൈറിനെ ചോദിക്കുന്നു, ഇതിലൂടെ ഉണ്ടാകുന്ന ഷർറിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നു റബ്ബേ. നമുക്ക് മഴ അധികമാകുന്ന സമയത്ത് ഓരോ മനുഷ്യരും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ, ഈ മഴയെ നീ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആക്കണമേ, ഇത് ഞങ്ങളുടെ മേലുള്ളൊരു ശിക്ഷയാക്കി ഈ മഴയെ നീ മാറ്റരുതേ റബ്ബേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബ് വൽബുതൂനിൽ ഔദിയതി വമനാബതി ഷജർ. ഈ മഴയെ നീ എന്ത് ചെയ്യണം? മറ്റുള്ള മേച്ചിൽ സ്ഥലങ്ങളിലേക്ക്, മലകളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക്, മറ്റുള്ള മരങ്ങളുടെ വേരുകളിൽ പിടിച്ചു നിർത്തുന്ന രൂപത്തിലേക്ക് ഈ മഴയെ നീ മാറ്റിയെടുക്കണം റബ്ബേ. ഇതിനെ ഞങ്ങളുടെ മേലുള്ളൊരു ശിക്ഷയായിക്കൊണ്ട് വർഷിപ്പിക്കരുതേ എന്നുള്ള പ്രാർത്ഥന മഴ ശക്തമാകുന്ന സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സാധാരണ മഴയാണ്, നോർമലായിട്ടുള്ള സാധാരണ മഴയാണ് നമ്മുടെ മുമ്പിൽ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഉപകാരപ്രദമായ മഴയാക്കി മാറ്റാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഇത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയാക്കി മാറ്റണം റബ്ബേ. ഇങ്ങനെ മഴയുടെ ചെറുതും വലുതുമായ അതിന്റെ ഗാംഭീര്യം അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. കാറ്റ് വീശുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഘട്ടങ്ങളൊക്കെ പരീക്ഷണ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു വിശ്വാസി എങ്ങനെയാണോ മറികടക്കേണ്ടത് അങ്ങനെ അതിനെ മനസ്സിലാക്കാനും അത് നാം പ്രാവർത്തികമാക്കാനും അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, നമുക്കറിയാം, ഈ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ അയൽനാടുകളിലുള്ള ആളുകളാണ്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഈ മഴ കൊണ്ടുള്ള പ്രയാസങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരായ ആളുകൾ. സ്വന്തം വീട് വിട്ടു പോകേണ്ടവരായ ആളുകൾ വന്നു. ക്യാമ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവരായ ആളുകളുണ്ട്. സ്വന്തം വീട് മുഴുവനും നശിച്ചുകൊണ്ട് ഒരു താമസ സ്ഥലം ഇല്ലാത്ത രൂപത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് താമസം മാറിയവരായ ആളുകളുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചവരായ ആളുകളുണ്ട്. നമ്മുടെ
നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും കാരുണ്യമുള്ളവരായി മാറണം. ഈ ആളുകളെ ചേർത്തു പിടിക്കേണ്ടവരാണ് നമ്മൾ, ഈ ആളുകളെ സഹായിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളിലൂടെ ഈ ആളുകൾ, നാശനഷ്ടം സംഭവിച്ച ആളുകളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് വർഷങ്ങളായി നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കേരളത്തിന് ഇതിനു മുമ്പ് തുടർ വർഷങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ ഒത്തുചേർന്ന് പിടിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ ആളുകളെ സഹായിക്കാനും അവരെ ചേർത്തു പിടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ഒരു മഴയിൽ, കുറച്ച് ദിവസങ്ങളിലായുള്ള പെയ്തിട്ടുള്ള മഴയിൽ വെള്ളം കയറിയപ്പോൾ വീടുകൾ തകർന്നവരുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചവരായ ആളുകളുണ്ട്. ഈ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ മുഴുവൻ മസ്ജിദുകളിലും ഇന്നൊരു കളക്ഷൻ നടക്കുന്നുണ്ട്. ഈ കളക്ഷൻ ഇന്ന് തന്നെ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഏതെല്ലാം നാശനഷ്ടങ്ങളാണോ ജനങ്ങൾക്കുണ്ടായത് അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സഹകരണ സന്നദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജുമയ്ക്ക് ശേഷം ഇവിടെ നടക്കുന്ന കളക്ഷൻ ഈ രൂപത്തിൽ പ്രയാസം അനുഭവിച്ച ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു കളക്ഷനാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൈമെയ് മറന്നുകൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കളക്ഷനിൽ പങ്കാളികളാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കഴിയുന്ന രൂപത്തിലൊക്കെ ജനങ്ങളെ ചേർത്തുപിടിക്കാൻ, വേദന അനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കാൻ, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കാൻ കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ മുന്നേറാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സാധിക്കുന്ന ക്ഷമയുടെ ആളുകളിൽ, തഖ്വയുടെ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല തഖ്വയിൽ വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനില് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരായ ആളുകളെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വക്താക്കളായി നമ്മൾ മാറണം. ഒരാൾക്കും ഉപദ്രവമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ആളുകളായി നമ്മൾ മാറാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഏതെങ്കിലും ഒരുത്തന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, രാജേഷ് എന്ന് പറയുന്ന സഹോദരൻ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വന്തം ലൈഫ് ജാക്കറ്റ് എന്ത് ചെയ്തത്, ഊരിക്കൊടുത്തത്. ആ മനുഷ്യനെ അദ്ദേഹം രക്ഷിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം, ഒരാളുടെ ജീവൻ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്നതാ. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ സഹായിക്കാനുള്ള മനോഭാവവും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു ദാസൻ, ഒരു അടിമ മറ്റൊരാളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം റബ്ബ് സുബ്ഹാനഹു വ തആല ഇവനെയും സഹായിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരാളുടെ വിഷമം ദൂരീകരിച്ചു കൊടുക്കാൻ വേണ്ടി അയാളെ എങ്ങനെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മുടെ കൂടെ സഹായിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് ഒരു പ്രയാസപ്പെടുന്നവന്റെ, വേദനിക്കുന്നവന്റെ വേദന ദൂരീകരിച്ചു കൊടുത്താൽ, അവന്റെ പ്രയാസങ്ങള്, വിഷമങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നാളെ പരലോകത്തിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ
അള്ളാഹു അവൻക്കത് മാറ്റിക്കൊടുക്കും എന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ജനങ്ങളോട് കാരുണ്യമായ മനോഭാവത്തിൽ സഹവർത്തിത്വത്തോടുകൂടി മുന്നേറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് തന്റെ വീടും നാടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രം അണിഞ്ഞുകൊണ്ടാണ് ഈ മുഹാജിറുകളായ സ്വഹാബികൾ മദീനയിലേക്ക് വന്നത്. മദീനയിലേക്ക് അവർ വരുന്ന സമയത്ത് അവരെ കാത്തിരുന്നവരായ അൻസാരികളായ സ്വഹാബികളുടെ പ്രത്യേകതയെക്കുറിച്ച് സൂറത്തുൽ ഹശറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അവർക്ക് സ്വന്തമായി ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നാൽ പോലും അത് തനിക്ക് ഈ മുഹാജിറുകളുടെ കാര്യത്തെക്കാൾ വലുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ എല്ലാം തന്നെ പകുത്തു നൽകിയവരാണ് അൻസാരികളായ സഹാബികൾ. തങ്ങൾ പട്ടിണിയിലാകി പോകുമാറുള്ള ഭയം അവർക്കുണ്ടായിരുന്നിട്ട് പോലും ആ ഒരു ഭയത്തെ വകവയ്ക്കാതെ അവരെന്ത് ചെയ്തു? അൻസാരികൾ മുഹാജിറുകളെ സഹായിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഏതൊരാൾ തന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നുണ്ടോ അത്തരക്കാർ തന്നെയാണ് വിജയം പ്രാപിച്ചവരെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ. പിശുക്കിനെ നമ്മൾ മാറ്റിക്കളയണം. നമ്മളൊരാളെ സഹായിക്കുന്ന സമയത്ത് ഞാൻ അയാൾക്ക് ഇത്ര കൊടുത്താൽ എൻ്റെ കയ്യിൽ എത്രയുള്ളത്, ബാക്കിയൊന്നുമില്ലല്ലോ, എൻ്റെ കുടുംബത്തിനൊന്നുമില്ലല്ലോ, എനിക്കൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ടാതെ കഴിയുന്ന രൂപത്തിൽ എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് കൊടുക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ, ജനങ്ങളെ സഹായിക്കാൻ, ചേർത്ത് പിടിക്കാൻ, വേദനിക്കുന്നവന്റെ വേദന എന്റെയും വേദനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരസ്പരം സഹവർത്തിത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും മാതൃകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കാരുണ്യവും സഹായ മനസ്കതയും ഇല്ലാത്ത ഒരാളും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയിൽ വരുന്നവനല്ല എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ ക്ഷമ അവലംബിക്കാൻ അള്ളാഹു ഏറ്റവും നല്ല സ്വാബിര്യങ്ങളുടെ കൂട്ടത്തിൽ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കൺകുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങൾ പൂർണ്ണമായ ശിഫയിലും സൗഖ്യത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിലും വീടുകളിലുമായി കിടന്ന കിടപ്പിൽ കഴിയേണ്ടി വരുന്ന പ്രയാസമുള്ള അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്നും, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം അല്ലാഹു പൂർണ്ണമായ സമാധാനവും നിർഭയത്വവും സന്തോഷവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെ മാറ്റി പൂർണ്ണമായ ആശ്വാസവും സന്തോഷവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രളയത്തിന്റെ കൊടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരായ ആളുകൾ അല്ലാഹു പൂർണ്ണമായ സമാധാനവും ആശ്വാസവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ
أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.